അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് KSUവിന്റെ വക ഒരു സമ്മാനം കൊടുക്കുകയാണ്. ആ സമ്മാനം എന്ന് പറയുന്നത് ഞങ്ങൾ KSU ഇന്നലെ തീരുമാനിച്ചു, ആരോഗ്യമന്ത്രിക്ക് ഒരു ട്രോഫി കൊടുക്കണം. ഇത് കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് KSU സമർപ്പിക്കുകയാണ്. ഇത് ഈ നാടകം പൊളിഞ്ഞെങ്കിലും കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ കലയിലെ കൃത്യമായി എങ്ങനെ അഭിനയ രീതി മുന്നോട്ട് വെക്കണമെന്നുള്ള കലാബോധമുള്ള ഒരു അഭിനേത്രിയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി. അതുകൊണ്ട് KSU ഇത് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു. അതേപോലെ തന്നെ ആരോഗ്യമന്ത്രിക്ക് മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ കൊടുക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇനിയും KSU സമരം ചെയ്യും. ആ സമരം ചെയ്യുമ്പോൾ KSUവിന്റെ കുട്ടികൾ കരികൊടിയായി മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ ഈ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയും പ്രശ്നങ്ങൾ വരും. നിങ്ങൾ വായുവിലൂടെ ഞങ്ങൾ പരിക്കേൽപ്പിച്ചെന്ന് പറയും. ഞങ്ങൾ നിങ്ങളെ അടുത്തോട്ട് വന്നാൽ, നിങ്ങളെ കാറിന്റെ പുറത്തുനിന്ന് ഞങ്ങൾ സമരം ചെയ്താൽ നിങ്ങൾ പറയും ഞങ്ങൾക്ക് പരിക്കേറ്റെന്ന് പറയും. ആ പരിക്കേറ്റെന്ന് പറയുന്നത് കൊണ്ട് ഇപ്പോൾ തന്നെ KSU നിങ്ങൾക്കൊരു കോളറയും കൂടിയും ഇതിന്റെ കൂടെ സമ്മാനിക്കുകയാണ്. ഈ കോളറയും കൂടി എടുത്തുകൊണ്ട് ആരോഗ്യമന്ത്രി ഈ കോളറയും ഈ ട്രോഫിയും പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ വസതിയിൽ ഇനി കുറച്ച് ദിവസങ്ങളും കൂടി റെസ്റ്റ് എടുക്കണമെന്ന് KSU അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കോളറയും അതേപോലെ തന്നെ ഈ സമ്മാനവും ഈ ട്രോഫിയും കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് സമ്മാനിച്ചുകൊണ്ട് KSU മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം കൂടി ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജില്ലയുടെ CPM നേതാക്കന്മാരോടും ഞങ്ങളുടെ ഓഫീസ് നിങ്ങൾ അടിച്ചു തകർത്തു, ഞങ്ങളുടെ പ്രവർത്തകരെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങളുടെ KSUവിന്റെ ഈ സമരത്തിൽ പങ്കെടുത്ത ജില്ലാ സെക്രട്ടറി വീടിന് നേരെ ബോംബെറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അനവധി സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ എല്ലാവരും ഭയപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടുത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് കണ്ണൂരാണ്. നിങ്ങളുടെ കണ്ണൂരിൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് രീതിയിലാണോ ഞങ്ങളെ ആക്രമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് തിരിച്ചടിക്കേണ്ട ഒരു കാലഘട്ടം കൂടി മുന്നോട്ട് പോകുമെന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് SFIക്കാരോടും DYFIക്കാരോടും അതേ CPMകാരോടും മറ്റ് LDFിലെ ഘടകകക്ഷികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നാടകം കഴിഞ്ഞെങ്കിൽ, നാടകം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയെങ്കിലും മാന്യമായി കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം, ഞങ്ങൾ നടത്തിയത് നാടകമാണ്, പറ്റിപ്പോയി. ഷംസീറിന്റെ തിരക്കഥയിൽ സഖാവ് പിണറായി വിജയൻ CMന്റെ സംവിധാനത്തിൽ നടന്ന ഈ നാടകവും പൊളിഞ്ഞു. ആ നാടകത്തിലെ നടിയും പോയി. ഈ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ നടിക്ക് വേണ്ടി ഞങ്ങൾ ഈ ഗിഫ്റ്റ് സമ്മാനിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും വരും ദിവസങ്ങളിൽ സമരങ്ങളുമായി